തിരൂർ. മനോഹരമായ വയലേലകൾ, സമൃദ്ധിയുടെ നീരുറവയായി ശാന്തമായി ഒഴുകുന്ന വള്ളലിപ്പുഴ, പൗരാണിക പ്രൗഢിയോടെ സജീവമാകുന്ന വ്യവസായ കേന്ദ്രങ്ങൾ, തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷാസ്മൃതികൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷ്ണമായ ഓർമ്മകൾ മേയുന്ന വാഗൻ സ്മാരകങ്ങൾ, കഥ പറയുന്ന പുരാതന പട്ടണം. തലക്കടത്തൂർ തിരൂർ പട്ടണത്തിൽ നിന്ന് കിഴക്ക് മാറി സംസ്ഥാന പാതയോട് ഓരം ചേർന്ന് കിടക്കുന്ന പ്രാചീന ഗ്രാമം. കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങളുടെയും കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാരുടെയും അനേകം സൂഫി ഗുരുക്കളുടെയും പാദസ്പർശനം കൊണ്ടും സഹവാസം കൊണ്ടും മുസ്ലിം കൈരളിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ അനുഗ്രഹീത ദേശം. സമ്പന്നമാണ് തലക്കടത്തൂർ പൂർവിക പിതാക്കളുടെ സാന്നിധ്യം കൊണ്ട്. അവരുടെ ആത്മീയ സംരക്ഷണ വലയത്തിലാണ് ഈ നാടെന്ന് ഇന്നും ഈ നാട്ടുകാർ വിശ്വസിച്ചു പോരുന്നു. ആത്മീയ ലോകത്തെ രാജവിലാസമായ മമ്പുറം തങ്ങളാണ് AD 1830 ഹിജ്റ 1245 തലക്കടത്തൂർ പള്ളിക്ക് ശിലപാകിയത്. പൗരപ്രമുഖനും വിശാല മനസ്കനും ദീനീ സ്നേഹിയുമായിരുന്ന പാട്ടത്തിൽ കോമുക്കുട്ടി എന്നവരാണ് പള്ളിക്കു വേണ്ടി ഭൂമി വഖഫ് ചെയ്തത്. പൗരാണിക പ്രൗഢിയിൽ പൊന്നാനി വലിയ പള്ളിയുടെ രൂപസാദൃശ്യത്തിൽ അലങ്കാര കൊത്തുപണികളോടെ പണിതുയർത്തിയ തലക്കടത്തൂർ മഹല്ല് പള്ളി നൂറ്റാണ്ടുകളുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളുടെ ചരിത്ര സാക്ഷിയായി തലയെടുപ്പോടെ ഇന്നും നിലനിൽക്കുകയാണ്. പള്ളിയോളം പ്രസിദ്ധമാണ് തലക്കടത്തൂരിലെ പള്ളിദർസ് പെരുമ. കേരളത്തിനകത്തും പുറത്തും വൈജ്ഞാനിക സാംസ്കാരിക ആത്മീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉന്നത ശീർഷരായ ധാരാളം പ്രതിഭകൾ വൈജ്ഞാനിക കൈരളിക്ക് തലക്കടത്തൂർ ഗ്രാമം നൽകിയ സംഭാവനകളാണ്. വലിയുല്ലാഹി കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ പതിറ്റാണ്ടുകളോളം തലക്കടത്തൂർ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അൽ ആരിഫ് ബില്ലാഹി വടകര മമ്മദാജി ഓർ അടങ്ങുന്ന 300ഓളം വിദ്യാർത്ഥികൾ കമ്മുണ്ണി മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്നുവെന്നത് തലക്കടത്തൂർ ദർസിന്റെ യശസ്സുയർത്തുന്നു. സർവരക്ഷിതാവായ നാഥന്റെ പ്രീതി കാംക്ഷിച്ച് ജീവിച്ചു പോന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ പള്ളിക്കു ചുറ്റും അന്തിയുറങ്ങുന്നുണ്ട്. കമ്മുണ്ണി മുസ്ലിയാർക്ക് ശേഷം തലക്കടത്തൂരിൽ ദർസിന് നേതൃത്വം നൽകിയിരുന്ന മഹാപണ്ഡിതൻ കോഡൂർ ഹുസൈൻ മുസ്ലിയാർ ഈ നാടിന്റെ തണലായി ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിലവിൽ പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖുന സലീം മഹ്സനി താനാളൂർ ഉസ്താദിന്റെ കീഴിൽ 150ഓളം വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ചു പഠനം നടത്തുന്നുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ ഉത്സാരങ്ങളെ തൊട്ടും അനുഭവിച്ചുമുള്ള ഗഹനമായ പഠനം സാധ്യമാക്കുന്ന പാഠ്യപദ്ധതി ദർസിന്റെ പ്രത്യേകതയാണ്. ഉന്നത മതവിദ്യാഭ്യാസം നൽകി മുത്തവ്വൽ പഠനത്തിന് അർഹരാക്കുന്നതോടൊപ്പം ഉയർന്ന അക്കാദമിക് കരിയറും നൽകി കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുന്നു. കമ്പ്യൂട്ടർ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് അക്കാദമി, സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിംഗ് സെന്റർ, ഖുത്ബ, പ്രഭാഷണം, ഖുർആൻ പാരായണ ശാസ്ത്ര പഠനം, രചനാ വൈഭവം തുടങ്ങി പുതിയ കാലത്തെ പ്രബോധകന് വേണ്ടതെല്ലാം സൗത്ത് സുന്ന അക്കാദമിക്ക് കീഴിൽ നൽകി വരുന്നു. പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഡിഗ്രി ഘട്ടങ്ങളിലൂടെ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ നീണ്ട 20 വർഷം പൂർത്തിയാകുമ്പോഴേക്കും മാറുന്ന കാലത്തിന്റെ ചുവലെഴുത്തുകൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരായ പണ്ഡിത പ്രതിഭകളെ സമൂഹത്തിന് സമർപ്പിക്കാൻ SSAക്ക് കഴിയുമെന്നത് തീർച്ചയാണ്. വിദ്യാഭ്യാസ നവോത്ഥാന വിപ്ലവങ്ങളെ ചേർത്ത് പിടിക്കാനും ദീനിന്റെ വിളക്കുകൾ കെടാതെ സൂക്ഷിക്കാനും നമുക്ക് സാധ്യമാകട്ടെ.